കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഈ പ്രഭാതത്തിൽ തിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 2-ാമത് വാക്യം. പിന്നെ അവരോട് പറഞ്ഞ എന്തെന്നാൽ, എനിക്കിപ്പോൾ 120 വയസ്സായി, ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല. യഹോവ എന്നോട് ഈ യോർദാൻ നീ കടക്കയില്ല എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുൻപായി കടന്നുപോകും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മോശ എന്ന ദൈവ മനുഷ്യന്റെ അവസാനത്തെ വചനങ്ങൾ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള അവസാനത്തെ വാക്കുകളാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. മോശ തന്റെ മരണത്തിന് തൊട്ടു മുമ്പായി ഇസ്രായേലിനെ വായിച്ചു കേൾപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. മോശ പറയുകയാണ്, അല്ലെ, എനിക്കിപ്പോൾ 120 വയസ്സായി, ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല. മാത്രമല്ല, ഈ യോർദാൻ നീ കടക്കയില്ല എന്ന് എന്നോട് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് മുൻപായി, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിനക്ക് മുൻപായി യഹോവ തന്നെ കടന്നു പോകും എന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. അക്ഷരീകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മോശ എന്ന ദൈവ മനുഷ്യന്റെ വിയോഗം, ഇല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൽ നിന്നുള്ള അവരുടെ വേർപെടൽ അക്ഷരീകമായി ദുഃഖം കൊണ്ടുവരുന്നതാണ്. എന്നാൽ അവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു വാക്ക് മോശ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭാരപ്പെടരുത്. ഞാൻ നിങ്ങളെ വിട്ട് അക്ഷരീകമായി മാറുന്നു എങ്കിലും നിങ്ങളെ വിടാതെ പിന്തുടരുന്ന ഒരു നാമമുണ്ട്. ആ നാമത്തിന്റെ പേരാണ് യഹോവയാം ദൈവം. പ്രൈസ് ദി ലോർഡ്. അവർ പറയുകയാണ്, മോശ പറയുകയാണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭാരപ്പെടണ്ട. യോർദാൻ എന്ന നദിയുണ്ട്, മുൻപിൽ ക്ലേശങ്ങളൊക്കെ ഒരുപക്ഷെ വന്നെന്നിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് മുൻപേ കടന്നു പോകുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അല്ലെ, തിരുവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുൻപിൽ പ്രതിസന്ധികൾ ഉയർന്നു വരുമ്പോൾ, ചെങ്കടൽ വന്നു, മരുഭൂമി വന്നു, യോർദാൻ വന്നു, രാജാക്കന്മാരും രാജ്യങ്ങളും ഇസ്രായേൽ ജനത്തിന് വിരോധമായി പൊന്തി വന്നപ്പോഴെല്ലാം അവരുടെ മേൽ വെളിപ്പെട്ടു വന്ന ഒരു ദൈവകൃപയുണ്ട്. എന്താണെന്നറിയാമോ? സ്തോത്രമല്ലേ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നെ കൈവിടാത്തൊരു ദൈവം, നിന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ്, നിന്നെ സഹായിക്കുന്ന ഒരുവൻ നിനക്ക് മുൻപായി ചെല്ലും. അല്ലെ, കോരശ് രാജാവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞൊരു പ്രവചന ശബ്ദമാണ് യെശയ്യാവ് 45 നമ്മൾ വരുമ്പോൾ കാണുന്നത്. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുമെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, നിന്റെ മുമ്പിൽ ഏത് പ്രതികൂലമുണ്ടെങ്കിൽ, ഏത് വലുതാകാം ചെറുതാകും, ഒരു പക്ഷേ രോഗമോ കടഭാരമോ ഞെരുക്കമോ പ്രതിസന്ധി ഏത് തന്നെയാകട്ടെ, എന്തുവായിരുന്നാലും നിന്നെ ഭാരപ്പെടുത്തുന്ന ഒരു തലത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിപ്പാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അവൻ നിനക്ക് മുമ്പായി കടന്നു ചെല്ലുന്നവനാണ്. സ്തോത്രം. ഇവിടെയും മോശ പറയുന്നു, അല്ല സ്തോത്രം, നിങ്ങൾക്ക് മുൻപായി അവൻ യോർദാൻ നദി കടന്ന് അപ്പുറേ പോകും. പ്രശ്നങ്ങളെ കാര്യമാക്കേണ്ട, പ്രതിസന്ധികളെ കാര്യമാക്കേണ്ട, വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമുക്ക് മുൻപേ ചെല്ലുന്ന കർത്താവിനെ നോക്കി യാത്ര ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറയ്ക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ. അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി സന്ദേശം മാറുവാൻ സ്വർഗമിടവരുന്നു. മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങൾക്ക് പകച്ചു നിൽക്കാതെ അതിന് മുമ്പേ കടന്നു പോകുന്ന ദൈവത്തെ പ്രത്യാശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാലും കൃപ കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.